ഇതൊരു പോലത്തെ ഒരു സ്ഥലം പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങി സ്നോയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. കൈ കൊണ്ട് സ്നോയൊക്കെ തൊട്ട് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു. ശബരിമല ഫോറസ്റ്റ് നിങ്ങൾ ചുമ്മാ നെറ്റിലടിച്ച് കൊടുത്താൽ മതി. വിൻ്റർ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീമാണ്. അവിടെ ചെന്ന് അതിൻ്റെ റോഡും മരവും എല്ലാം കൂടി ഒരു വൈറ്റ് ആവും. ഇവിടെ നമ്മൾ അധികം ആൾക്കാർക്ക് അറിയാത്തൊരു സംഭവമുണ്ട്. ഇവിടെ നമ്മുടെ ടിബ്ലിസി ഫ്യൂണിക്കുലാറുണ്ട്. അതായത് ഒരു ട്രെയിൻ പോലെ താഴ്ന്ന് വീഴും. അതിൽ എല്ലാവരും കേബിൾ കാറിലാണ് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ നിങ്ങൾ എടുക്കേണ്ടത് ഒരു സൈഡ് ഇതുപോലെ ഫ്യൂണിക്കുലാർ എടുക്കണം ട്രെയിൻ, മറ്റേ സൈഡ് കേബിൾ കാർ എടുത്തു. നമ്മൾ ഈ ജയന്റ് വീലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴാണ് ഒരു അടിപൊളി ബിസിനസ് പരിപാടി കണ്ടത്. നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ നമ്മളോട് പറയാം അവിടെ കയറി നിൽക്കാൻ. എന്നിട്ട് നമ്മളെ കൊണ്ട് അടിപൊളി ഫോട്ടോസ് ഇവർ എടുപ്പിക്കും. അതായത് കച്ചാപ്പൂരിയും അതുപോലെ തന്നെ അവിടുത്തെ മെയിൻ കുറേ സാധനങ്ങളുണ്ട്, ഫുഡ് ഐറ്റംസ് ഒക്കെ. പിന്നെ ലാസ്റ്റ് ഇനിയും പെന്നിയും കിടപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മനസ്സോടെ പിള്ളേരുടെ ഇപ്പോൾ ഒരു പാർക്ക് പോലെ ഉണ്ട്. ഈ ഡൈനോസറിൻ്റെ ഒക്കെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള. ചുമ്മാ അത് കയറി ഇങ്ങനെ എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. ഇവിടെ മൃഗങ്ങളുടെ സൗണ്ടും സെൻസറാണ് ഫുള്ള്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഒരു ഡേ ആയിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ ഈ ജോർജിയയിലോട്ട് വരുമ്പം ഈ സബാദൂരി ഫോറസ്റ്റ് കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ഇന്ന് നമ്മൾ സബാദൂരി ഫോറസ്റ്റിലോട്ടാണ് പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കുറച്ച് കാഴ്ചകളാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും മനസ്സിൽ കണ്ടതിനേക്കാളും ഒരു 10 ഇരട്ടി അടിപൊളി സ്ഥലമായിരുന്നു. കാരണം എനിക്കിത് വീഡിയോയിലകത്ത് പറഞ്ഞ് എനിക്ക് ആ എക്സൈറ്റ്മെൻറ്റ് തീർക്കാൻ പറ്റത്തില്ല. കാരണം ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മസ്റ്റ് പ്ലേസ് ആണ്. സോ നമ്മൾ പോകുന്ന വഴിയാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ സബാദൂരി ഫോറസ്റ്റിൻ്റെ ഇമേജൊക്കെ കണ്ട് ഇതൊക്കെ ഇമേജ് ആണോ എന്ന് വിചാരിച്ചൊക്കെയാണ് നമ്മൾ പോകുന്നത്. കാരണം ഞങ്ങൾ പോകുന്നൊരു ഡിസംബർ മിഡ് ടൈം ആയിരുന്നു. അപ്പം മഞ്ഞുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. സബാദൂരി ഫോറസ്റ്റ് ഫോട്ടോയിൽ കണ്ട പോലെ അല്ലായിരുന്നു ഈ തുടക്കത്തിലൊക്കെ. പക്ഷെ പയ്യെ എല്ലാം മാറാൻ തുടങ്ങി. ഞങ്ങൾ ടോപ്പ് വരെ എത്താറായപ്പോഴത്തേക്ക് നമ്മൾ ആ ഫോട്ടോയിലൊക്കെ കണ്ട പോലത്തെ സബാദൂരി ഫോറസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. പയ്യെ മരങ്ങളിൽ ഫുള്ള് മഞ്ഞ് കവേർഡായിട്ട് വരുന്നതാണ്. ഇത് ഏത് സീസണിൽ വന്നാലും ഈ ഒരു സ്ഥലം അടിപൊളിയാണ്. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണ്. ജോർജിയയിൽ വന്നാൽ ഇത് മിസ് ചെയ്യേ പാടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു ജനുവരിക്ക് ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ കൊടുക്കാം. സബാദൂരി ഫോറസ്റ്റ് നിങ്ങൾ ചുമ്മാ നെറ്റിലടിച്ച് കൊടുത്താൽ മതി. വിൻ്റർ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീമാണ്. അവിടെ ചെന്ന് അതിൻ്റെ റോഡും മരവും എല്ലാം കൂടി ഒരു വൈറ്റ് ആവും. കംപ്ലീറ്റ് വൈറ്റ്. റോഡും വൈറ്റ്, മരവും വൈറ്റ്, എല്ലാം ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളി ഫോട്ടോസ് കിട്ടും. അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുപോലൊരു സ്ഥലത്ത് ലൈഫിൽ പോയിട്ടുമില്ല. നമ്മൾ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു പോലത്തെ ഒരു സ്ഥലം പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങി സ്നോയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. കൈ കൊണ്ട് സ്നോയൊക്കെ തൊട്ട് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു. നമുക്ക് അധികം നേരം നിൽക്കാനൊന്നും പറ്റത്തില്ല. നല്ല തണുപ്പാണ്. ഞങ്ങൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നല്ല തണുപ്പാണ്. നോക്കി എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഐസൊക്കെ കയ്യിലെടുക്കണം എന്നുള്ളത്. അടിപൊളിയായിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എത്ര ഐസ് കൊണ്ട് എടുക്കാം. പക്ഷേ ഞാൻ ഈ ഗ്ലൗസ് ഒന്നും ഇല്ലാതെ എടുക്കുന്ന കാണുമ്പോൾ തോന്നല് തണുപ്പില്ലെന്ന്. കൈക്ക് മരച്ചിരിക്കുക. പിന്നെ ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ എടുക്കുന്നതാണ്. നല്ല രസമാണ്. ഒത്തിരി ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അവിടെ വെച്ച്. വീഡിയോസും കാര്യങ്ങളെല്ലാം. ഞങ്ങളുടെ വന്ന ഒരു ഗൈഡ് അടിപൊളിയായിരുന്നു. നമ്മുടെ ട്രാവോ ജോർജിയ എന്ന് പറഞ്ഞൊരു ഏജൻസി ത്രൂ. അവരുടെ അടിപൊളി സർവീസായിരുന്നു. എന്തുകൊണ്ടും നല്ലൊരു ജേണി ആയിരുന്നു. ഇത് മഞ്ഞ് സമയത്ത് മാത്രമല്ല, ബാക്കി സമയത്ത് അടിപൊളിയെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ നെറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. നല്ല പ്ലേസാണ്. നമ്മൾ ഏതായാലും തിരിച്ചു വരും. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് തഷ്മിന്ദ പാർക്കിലോട്ടാണ്. ഇവിടെ നമ്മൾ അധികം ആൾക്കാർക്ക് അറിയാത്തൊരു സംഭവമുണ്ട്. ഇവിടെ നമ്മുടെ ടിബ്ലിസി ഫ്യൂണിക്കുലാറുണ്ട്. അതായത് ഒരു ട്രെയിൻ പോലെ താഴ്ന്ന് വീഴും. അതിൽ എല്ലാവരും കേബിൾ കാറിലാണ് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ നിങ്ങൾ എടുക്കേണ്ടത് ഒരു സൈഡ് ഇതുപോലെ ഫ്യൂണിക്കുലാർ എടുക്കണം ട്രെയിൻ, മറ്റേ സൈഡ് കേബിൾ കാർ എടുത്തു. അടിപൊളി ജേണിയാണ്. ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം അത്രയും മണ്ടയ്ക്കാണ് തഷ്മിന്ദ പാർക്ക്. എല്ലാവരും പറഞ്ഞ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഒത്തിരി അധികം കേബിൾ കാറുകൾ ജോർജിയയിലുണ്ടെങ്കിലും തഷ്മിന്ദയിലെ അടിപൊളിയാണ്. നല്ല ഹൈറ്റിലാണ് ആ മൗണ്ടൻ. തഷ്മിന്ദ പാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൗണ്ടൻ ടോപ്പിലാണ് ഒരു പാർക്ക് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അവിടുന്ന് കേബിൾ കാറിലൂടെ താഴെ വരാമെന്ന് വെച്ചാൽ ടിബ്ലിസി ഫുൾ നമുക്ക് കാണാൻ പറ്റും. മേളിൽ ഒത്തിരി അധികം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മേളിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മേളിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി ഷോപ്പും കാര്യങ്ങളും. ഞങ്ങൾ ഒത്തിരി വിശന്നൊക്കെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ നല്ലൊരു ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചു. അടുത്ത ചോക്ലേറ്റ്സും ജോർജിയയിലെ ചോക്ലേറ്റ്സും സ്വീറ്റ്സും ഒക്കെ അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കഴിക്കാൻ പിന്നെയും പോകണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട് കേട്ടോ.
അവിടെ ഏതായാലും അടിപൊളി സ്ഥലമായിരുന്നു. ഞങ്ങളവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പാസ് കിട്ടും, 8 ആക്ടിവിറ്റി ലൈക്ക് 300 ജെല്ലോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 8 ആക്ടിവിറ്റീസ് കയറാൻ പറ്റുന്ന ഒരു പാസ് കിട്ടും. ഞങ്ങളത് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ സന്ധ്യയായി. ഞങ്ങളാകെ 2-3 ആക്ടിവിറ്റി ചെയ്തുള്ളൂ. എന്താണേലും ഞങ്ങൾ കയറിയത് ആദ്യത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ജയൻ വീല് കാണാൻ പറ്റും. നമ്മൾ ടിബിലിസി ചെല്ലുമ്പോഴേ കാണാം, ഇത് മലയുടെ മണ്ടയ്ക്ക് നിൽക്കുന്നതായിട്ട്. അപ്പം നമുക്കൊരാഗ്രഹം കയറും. ഞങ്ങളങ്ങനെ പാസ്സൊക്കെ കൊടുത്ത് കയറി, അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആദ്യം ഇതിലൊക്കെ കയറി, നല്ല രസമായിരുന്നു കേട്ടോ. മേളിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ ഈ ജയൻ വീലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒരു അടിപൊളി ബിസിനസ് പരിപാടി കണ്ടത്. നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളോട് പറയാം അവിടെ കയറി നിൽക്കാൻ. എന്നിട്ട് നമ്മളെ കൊണ്ട് അടിപൊളി ഫോട്ടോസ് ഇവർ എടുപ്പിക്കും. അതായത് കച്ചാപ്പൂരിയും അതുപോലെ തന്നെ അവിടുത്തെ മെയിൻ കുറേ സാധനങ്ങളുണ്ട്, ഫുഡ് ഐറ്റംസ്. കച്ചാപ്പൂരിയും അതുപോലെ തന്നെ അവിടെ കഴിക്കേണ്ട സാധനം കേട്ടോ, കച്ചാപ്പൂരി കിൻഖാലിയും. അവിടെ നമ്മളെ കൊണ്ട് അത് എടുപ്പിച്ചിട്ട് നമ്മൾ കുറേ ഫോട്ടോസ് എടുക്കും. എന്നിട്ട് അതിനകത്ത് ഒരു കുഞ്ഞു ഫോട്ടോ മാത്രം, നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ വേണം തോന്നും, പക്ഷേ ഫോട്ടോ പോലും എടുക്കാൻ സമ്മതിക്കത്തില്ല, പൈസ കൊടുക്കണം. ഒരെണ്ണം മാത്രം ഫ്രീ ആയിട്ട് അവർ തരും. അത് കുഞ്ഞൊരു ഫോട്ടോ, അല്ലെങ്കിൽ ഒരു പാസ്പോർട്ട് സൈസിൻ്റെ വലുപ്പമുള്ള ഫോട്ടോ തരും. എന്നിട്ട് നമുക്കെല്ലാം ആഗ്രഹം കയറിയിട്ട് എന്ത് ചെയ്യും, പൈസ കൊടുത്തു. നല്ല എമൗണ്ട് ആ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുകയും ചെയ്യും. അവിടെ റോളർ കോസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു, കയറണം എന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല തണുപ്പ് കാരണം കയറാൻ പറ്റിയില്ല. ഗോസ്റ്റ് ഹൗസ് ഉണ്ട്, അതായത് അതിൻ്റെ അകത്ത് ഒരു പ്രേത വീട് എന്നൊക്കെ പറയത്തില്ല, എല്ലാ പ്രേത എഫക്റ്റൊക്കെ കൊടുത്ത് വീടുണ്ട്. ഞങ്ങൾ കയറിയില്ല, ഞങ്ങളുടെ പാസിലുണ്ടായിരുന്നു. പക്ഷേ നല്ല തണുപ്പാണ്, അതുകൊണ്ട് റോളർ കോസ്റ്ററിലൊന്നും കയറാൻ പറ്റിയില്ല. പിന്നെ ഒത്തിരി അധികം ആക്ടിവിറ്റീസും കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കേട്ടോ. നല്ല കുറച്ചൊരു എങ്ങനെ പോലും 3-4 ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. ഞങ്ങളുടെ പാസ് 8 എണ്ണം ചെയ്യാനുണ്ടായിരുന്നു. കാറിൻ്റെയും അതുപോലെ തന്നെ അവിടെ പിന്നെ ലാസ്റ്റ് ഇനിയും പെൻഡിങ് കിടപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മനസ്സോടെ പിള്ളേരുടെ ഇപ്പോൾ ഒരു പാർക്ക് പോലെ ഉണ്ട്, ഈ ഡൈനോസറിൻ്റെ ഒക്കെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള. ചുമ്മാ അത് കയറി ഇങ്ങനെ എഫക്റ്റൊക്കെ ഉണ്ടാകും അതിൻ്റെ അകത്തുനിന്ന്, മൃഗങ്ങളുടെ സൗണ്ടും. സെൻസറാണ് ഫുള്ള്, നമ്മളടുത്ത് വരുമ്പോൾ ഇത് ഒച്ച ഉണ്ടാക്കും. അങ്ങനെ ഏതായാലും അടിപൊളി ഒരു ഡേ ആയിരുന്നു. അടുത്ത നമ്മൾ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോവാണ് അടുത്ത വീഡിയോയിൽ. അത് അടിപൊളി മിസ്സാക്കല്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.